ശാന്തേനൊന്നും കുഴപ്പമാണ്. അവൻ ആ മുടിയൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാരണം മുടിയൊക്കെ വളർത്തിയിട്ട് അവൻ തൊപ്പിയൊക്കെ വെച്ച് അവൻ മറ്റേതാ കഞ്ചാവാ. എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരികളിലേക്ക് തിരിയുന്നത് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കി? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ എനിക്ക് രേഖപ്പെടുന്ന ഞാൻ പറയത്തില്ല. അമ്മയോട് വിളിച്ചു വെച്ചിട്ട് അമ്മയോട് നിങ്ങൾ കാര്യം പറഞ്ഞു, നിങ്ങൾ അന്ന് ടീച്ചറോട് കയർത്ത് സംസാരിക്കാതിരുന്നെങ്കിൽ അവിടെ വെച്ച് ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിച്ചാലേ. കൃത്യമായി ഈ കേസിൽ അത് പെടുത്തും. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഞാൻ എന്തുകൊണ്ടാണ് ചങ്ങമ്പുഴയുടെ ബഹുമാന്യനായ നമ്മളുടെ പ്രിയപ്പെട്ട കവി, മലയാളത്തിന്റെ കവിയായ ചങ്ങമ്പുഴയുടെ വരികൾ ഉദ്ധരിച്ചതെന്നറിയാം. ഞാൻ അവർ പറഞ്ഞ വാക്യങ്ങളെ എടുത്തുകൊണ്ട് പറഞ്ഞതാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. സാറ് പറഞ്ഞു, നമ്മളൊക്കെയും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും നമ്മൾ കാണുന്നില്ല. കുണ്ടറയിൽ നിന്ന് കയറുന്ന കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ പോകുന്ന SN കോളേജിൽ പോകുന്ന തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരും. മൺട്രോത്തുരുത്ത് കൃത്യമായി കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? മൺട്രോത്തുരുത്ത് കൃത്യമായി കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇത്രയും പേര് ഇരിക്കുന്നതിൽ നല്ലൊരു കുടുംബ സദസ്സിൽ കൃത്യമായി ഞാൻ പറയട്ടെ, 2-3 പേർക്ക് മാത്രമേ കൈമുട്ടാൻ കഴിയൂ. നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ഗ്രാമഭംഗിയേകുന്ന കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമഭംഗിയുള്ള കേരളത്തിൽ ജീവിക്കുവാനും വേണ്ടി ദൈവം നമ്മൾക്ക് കരുണയോട് പ്രകൃതി നമ്മൾക്ക് കരിഞ്ഞരുളി തന്ന പ്രകൃതിയെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഉണ്ടോ? പിന്നെങ്ങനെ നമ്മൾ ജീവിതം ആസ്വദിക്കും? പിന്നെ എങ്ങനെ ജീവിതം ആസ്വദിക്കും? കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു? ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് ഒരു 3 മാസം മുമ്പ് ഈ അടുത്ത സ്ഥലത്ത് ഒരു കുടുംബസംഗമത്തിൽ, ഇതേപോലെ കുടുംബസംഗമത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരമുണ്ടായി. അവിടെ സംസാരിച്ച വിഷയം വളരെ വ്യത്യസ്തമാണ്. അനാഥമാകുന്ന വാർദ്ധക്യം. ഈ അടുത്ത സ്ഥലത്തുണ്ടായ സംഭവമാണ് അനാഥമാകുന്ന വാർദ്ധക്യം. അവിടെ ഞാൻ സംസാരിച്ചു. ഇവിടെ തരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന, ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ മലയാളികളിൽ എന്തിനു വേണ്ടിയൊക്കെയാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തപ്പെടുന്നത്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബോധം ഉള്ളത് കൊണ്ടാണോ ബോധമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ പറയാൻ വയ്യ. ബോധമില്ലായ്മ കൊണ്ടാണ്. കുണ്ടറ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും നാളെ മുതൽ സിഗരറ്റ് വലിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ധാരണ കൊണ്ടൊന്നുമല്ല. എന്റെ ഈ പ്രസംഗം കേട്ടിട്ട്, അല്ലെങ്കിൽ എന്റെ ഈ സംസാരം കേട്ടിട്ട്, ഞങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചത് കേട്ടിട്ട് കുണ്ടറയിലും മേഖലയിലുമുള്ള, അല്ലെങ്കിൽ വിശ്വകർമ്മ സഭയുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെയും നാളെ മുതൽ പുണ്യാളന്മാരാകും എന്നുള്ള ബോധ്യം കൊണ്ടൊന്നുമല്ല. പക്ഷെ ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഒരൽപ്പം ഒരു സ്പാർക്കെങ്കിലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ കൃത്യമായി ഞാൻ പറയട്ടെ, നമ്മളൊക്കെയും വിജയിക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെയും വിജയിച്ചു. നേരത്തെ ടീച്ചർ പറഞ്ഞത് കൂടുമ്പോൾ ഉള്ളതാണ് കുടുംബം എന്ന് പലരും പറഞ്ഞു. കാപ്പിക്കുടി അച്ഛൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. കൂടുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണ്. കൂടുമ്പോൾ മിക്ക വീടുകളും അടിയാ ഉണ്ടാവാറുണ്ട്, അല്ലേ? കൂടുമ്പോൾ മിക്ക വീടുകളും അടിയാ. കാര്യം 2 അടിച്ചിട്ട് അവർ തലയും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് കൂടുമ്പോൾ ഇവിടെ അടി. ശരിയല്ലേ പറഞ്ഞത്? അപ്പം ഇച്ഛാശക്തിയോടുകൂടിയുള്ള കുടുംബം, ഇച്ഛാശക്തിയോടുകൂടിയുള്ള കൂട്ടായ്മ, അതാണ് കുടുംബം. ആ ഇച്ഛാശക്തി കൊണ്ട് അച്ഛനമ്മമാർക്ക് മക്കളുമാരെ നേർവഴി വഴി കാണിച്ചു കൊടുക്കുവാനുള്ള പല കരുത്തും നേടിയില്ല. ഇപ്പോഴ് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് ഒരു വാക്ക് ഉപയോഗിച്ചത്. ആ വാക്കിന് ഞാൻ ഇത്രയും അങ്ങോട്ട് ആലോചിക്കും, ഓർമ്മ വരുന്നില്ല ആ വാക്ക്. കുട്ടികളൊക്കെ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു. നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക്, നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക് ലോകത്തെ കൊണ്ടുവരാനുള്ള കഴിവും കാഴ്ചപ്പാടുകളും കുട്ടികൾ എത്തിച്ചേർന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഫിംഗർ ടിപ്പിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നെടുമ്പായക്കുളത്താണ് ഞാൻ താമസിക്കുന്നത്. നെടുമ്പായക്കുളത്ത് നിന്ന് 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയിട്ടാണ് റാലിയുടെ സൈക്കിളുള്ളത്. എനിക്ക് വേണൂരൊക്കെ എനിക്കറിയാം. വേണൂരൊക്കെ ഞങ്ങളെ പോകുമ്പോൾ അത് കുറെ കാലഘട്ടമായപ്പോൾ വേണൂർ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളുടെ പുറകെ കൂടുതൽ കാലഘട്ടമുണ്ട്. ആ സമയത്ത് 17 കിലോമീറ്റർ സൈക്കിളോട് ഞാനും ശരവണനും കൂടെ, വേണു കൃത്യമായി പറയും, ശരവണനാണ് എന്റെ കാര്യം പറഞ്ഞത്. കാര്യം ഞാൻ ശരവണ ഫുൾ സൈക്കിൾ ഉണ്ടാവണം. 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയി കൊല്ലം PSC ഓഫീസില് പോലീസിന്റെ ടെസ്റ്റ് എഴുതുവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തുവെങ്കിൽ
ഇന്ന് കാനഡയിലേക്കായാലും യു കെയിലേക്കായാലും ഓസ്ട്രേലിയയിലേക്കായാലും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കായാലും അവന്റെ വീടിനകത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അത്രയേറെ വികസിച്ച് ലോകം നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക്, നമ്മുടെ കൈ കുമ്പളിലേക്ക്. പക്ഷേ കുട്ടികളൊക്കെയും പലതും പഠിച്ചു, കുട്ടികളൊക്കെയും പലതും അധികമായി തന്നെ പഠിച്ചു. പക്ഷേ പഠിക്കേണ്ടതാരാണ്? ഇനി പഠിക്കേണ്ടതാരാ? നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന രക്ഷകർത്താക്കൾ. നമ്മൾ പലതും പഠിച്ചിട്ടില്ല, നമ്മൾ പലതും മനസ്സിലാക്കുന്നില്ല. ശരിയാണോ അല്ലേ? ശരിയാണോ അല്ലേ? സാറ് പറഞ്ഞു, വിനോദ് സാർ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. മകനായാലും മകളായാലും ഫോൺ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവർ നോക്കുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ആരും ശ്രദ്ധിക്കാറില്ല. കൃത്യമായി കുട്ടികൾ നമ്മളോട് കള്ളം പറയുകയാണ് എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിൽ കൃത്യമായും നമ്മളുണ്ടാകും. ഞങ്ങള് നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വളരെയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അടുത്ത സമയത്ത് പോലും ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് സാറ് എന്നെ വിളിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ സാർ ഞങ്ങളെ കുറച്ച് ഫുൾ ആക്റ്റീവായിട്ട്, പോലീസിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ നല്ലില ഭാഗത്തു നിന്നും ഒരു അമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു ബൈക്കിനകത്ത് 2 പയ്യന്മാർ പോയി. ഈ വളരെ വളരെ രസകരമായി തോന്നിയൊരു സംഭവം. എന്നിട്ട് ഈ അമ്മച്ചി പോയിരിക്കും, ഈ തൊട്ട് പുറകിലിരിക്കുന്ന സൊറോസ് സാധനം അമ്മച്ചി പോയിരിക്കും. ആ അമ്മച്ചി നല്ലില വെച്ചിട്ട് പോയി, സന്ധ്യ സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ആ വണ്ടിയിൽ പോകുന്ന ആളുടെ സ്ട്രക്ചറൊക്കെ കണ്ടപ്പോൾ ഏകദേശം നമുക്ക് ധാരണ കിട്ടി. ഞങ്ങൾ ഈ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ധാരണയൊക്കെ കിട്ടി. അപ്പോ ഞങ്ങൾ ധാരണ കിട്ടി, ഈ പയ്യനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പയ്യനെടുത്ത് തടിയുള്ള പയ്യനാണ്, ഈ പൊട്ടിച്ച പയ്യൻ. അമ്മച്ചി പറഞ്ഞു, എടുത്തവൻ, അമ്മച്ചിക്ക് മാലയും വിഷയമല്ല, അമ്മച്ചിയുടെ 3.5 പവൻ വരുന്ന മാലയും താലിയുമാണ് അമ്മച്ചിയാണ്. നമുക്ക് അന്നേരം മാല, അതുവരെ മാല വിഷയമായിരുന്നു. ഈ പയ്യനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയണേ, മോനെ ആ ചെറുക്കിന് തടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ശരീരം, അവനൊന്നും ചെയ്യല്ലേ. ചിന്താശേഷി എവിടെ പോയെന്നുള്ളത്, ചിന്താഗതി എവിടെ പോയി? അവൻ അമ്മയുടെ മാല മോഷ്ടിച്ചു എന്നുള്ളതല്ല അമ്മയ്ക്ക് വന്ന വിഷയം, അതാണ് അമ്മമ്മ. ഞാൻ അമ്മ എന്നുള്ള പദത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്. കൃത്യമായി ഞാൻ പറയട്ടെ, പ്രകൃതി നമുക്ക് കനിഞ്ഞരുളി തന്ന കുറെ കാഴ്ചപ്പാടുകളുണ്ട്, കുറെ വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളൊക്കെയും ആസ്വദിക്കാതെ, അല്ലെ വിഭവങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നിങ്ങൾ കാണപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തിന്റെ കാഴ്ചപ്പാട് പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരികളിലേക്ക് തിരിയുന്നത് നമ്മൾ ആരെങ്കിലും എന്തുകൊണ്ടാണ്? അവൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവൾ ഉപയോഗിക്കുന്നു. നമ്മൾ വളരെ 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 ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും, വളരെ ഞെട്ടിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം, സ്ത്രീ ശാക്തീകരണ ശക്തികളും തന്നെയാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് ഞാൻ കൃത്യമായി പറയാം. പക്ഷേ അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. സ്ത്രീ ശാക്തീകരണം കൃത്യമാണ്, സ്ത്രീ സമത്വം കൃത്യമാണ്, അത് വേണം. പക്ഷേ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു 2020-നും 2023 കാലഘട്ടത്തിനും മുൻപ്, 2020-നും 2023 കാലഘട്ടത്തിനും മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ പ്രകാരം, കണക്കുകൾ പ്രകാരം വളരെ അത്ഭുതകരമായ ഒരു സംഭവം. 2020-ന് മുൻപ് നാർക്കോട്ടിക് സംബന്ധമായ കേസുകളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, ബിഗ് സീറോ. സ്ത്രീ സമത്വവും സ്ത്രീ ശാക്തീകരണവും ശക്തിയായി വന്നു, അത് നടക്കട്ടെ, കൃത്യമായി അത് നടക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ അതിന്റെ തലങ്ങൾ മാറുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് 2023 ഡിസംബർ 24-ാം തീയതി. ഈ സമയത്ത് കേരളത്തിൽ ഒട്ടുക്കെ ഞാൻ കേരളത്തിലെ ഓൾ കേരള ബേസിലും ഓൾ ഇന്ത്യ ഇതിലുമുള്ള പോലീസ് ഗ്രൂപ്പിലെ മെമ്പറാണ്. കൊല്ലം ജില്ലയിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ പോലീസ് ഗ്രൂപ്പ് മെമ്പറായിട്ടുള്ള കൊല്ലം ജില്ലയിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, 2020-നും 2023-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? പെൺകുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു ധ്രുവീകരണം നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കി? നമ്മൾ അച്ഛനമ്മമാർ മനസ്സിലാക്കി ഉണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കി. എന്റെ മകൾ ബുള്ളറ്റ് ഓടിക്കുന്നു അല്ലേ? എന്റെ മകൾ 14 വയസ്സാകുന്നതിന് മുമ്പ് അവള് കാർ ഓടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവള് സ്കൂട്ടർ ഓടിക്കുന്നു, ബുള്ളറ്റ് ഓടിക്കുന്നു, ഓടിച്ചോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ
അതിൽ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു വശമുണ്ട്. ആ വശത്തിലൂടെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്നു എന്നുള്ള നോക്കുവാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആർജവം ആർക്കുണ്ടാകണം? രക്ഷകർത്താക്കൾ. അതല്ലാതെ ഒരിക്കലും നമ്മൾ അവർ നേരായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മള് ഈ അടുത്ത സമയത്ത് SPCയുമായി ബന്ധപ്പെട്ട ഒരു വലിയ മീറ്റിംഗ് വയല സ്കൂളിൽ വെച്ചാണ്. വയല സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ ഞാനായിരുന്നു ഇതുപോലെ നടത്തുന്ന പ്രഭാഷകനായിട്ട്. രക്ഷകർത്താക്കൾ എല്ലാവരും 44 കുട്ടികളുടെ രക്ഷകർത്താക്കളും. അതിൽ എനിക്ക് 1-2 രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു. ഞാൻ രക്ഷകർത്താക്കളോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കള്ളം പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും നിങ്ങളുടെ കള്ളം പറയും? ചില കുട്ടികളുടെ സാന്നിധ്യത്തിൽ കുറവ്. നിങ്ങളുടെ ആരെയും മക്കൾ നിങ്ങളുടെ കള്ളം പറയാറുണ്ടോ? ഇല്ല, ആർക്കും മറുപടി ഇല്ല. ഞാൻ ചോദിക്കുവാനോ, നിങ്ങൾ മറുപടി പറഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കള്ളം മാത്രമേ പറയൂ എന്ന് കുറച്ചുപേര് പറയുന്നു. ഇവിടെ കുറച്ച് പേർ ഇല്ല സാറെ പറയില്ല, ഇവിടെ 2 പേര് പറയാം. തലയാട്ടിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വളരെ നിസ്സാരമായി 5 മിനിറ്റെങ്കിലും താമസിച്ചാണ് എന്റെ മകൻ വീട്ടിൽ വരുന്നതെങ്കിൽ പോലും എന്താണ് നീ താമസിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായി മകൻ പറയുന്ന മറുപടി കള്ളമാണ്. ഒരിക്കലും അവൾ പറയില്ല, അമ്മേ ബസ് പഞ്ചറുണ്ടായതുകൊണ്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി ആയിരിക്കും പറയുന്നത്. കൃത്യമായും അതായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരെ സഹായിക്കാം, അവനുള്ള ലൈനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പൊ ചിരിയാണ് മാറുന്നത്. അവളുടെ ലൈൻ ഇങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നമ്മേ, അതിന് ഞാൻ അവളുടെ കൂടെ ചിരിയാണ് അവിടെ നിന്ന്. അവൾക്കൊരു ലൈൻ ഉണ്ടമ്മേ, അപ്പൊ എനിക്ക് ലൈൻ ഉണ്ടോ ഞാൻ പറയത്തില്ല. പറയോ? പറയില്ല. പക്ഷേ ഇത് തന്നെയാണ് നമ്മൾ അമ്മമാർക്ക് സംഭവിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മോനെ അവൻ കുഴപ്പമാ. അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മോൻ കുഴപ്പമാ. അവൻ ആ മുടിയൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാരണം മുടിയൊക്കെ വളർത്തിയിട്ട് അവൻ തൊപ്പിയൊക്കെ വെച്ച് അവൻ മറ്റേതാ കഞ്ചാവാ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അയലത്തെ വീട്ടിലെ ശാന്തയുടെ മകനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്ത് നിരീക്ഷിക്കുന്നു. പക്ഷെ എന്റെ മകനെ ഞാൻ നിരീക്ഷിക്കുന്നില്ല. അയലത്തെ വീട്ടിലെ ശാന്തയുടെ മകൻ അങ്ങനെ പോകുമ്പോൾ എന്റെ വീട്ടിലെ എന്റെ മകൻ, ഞാൻ പ്രസവിച്ച ഞാൻ മുലപ്പാലൂട്ടി എന്റെ മകൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കില്ല. അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മകൻ എങ്ങനെ പോകുന്നുള്ളത്? മുമ്പ് കാലത്ത് കുട്ടികൾ ഞങ്ങളോട് ഞങ്ങൾ 7 മക്കളാണ്. എന്റെ ഫാദർ ഞങ്ങളുടെ ഏരിയയിലെ ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ, നല്ല ലെവലിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ. എന്റെ സപ്ലൈ ഓഫീസറാണ്. ഉല്ലാസം അദ്ദേഹമാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പട്ടിണി, ആ സമയത്ത് പോലും പട്ടിണി ദാരിദ്ര്യം ഉണ്ടായിരുന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഞങ്ങൾ 7 മക്കളെ പഠിപ്പിക്കണം, 7 മക്കളെ വളർത്തണം. ഫാദറിന്റെ 4 പെങ്ങന്മാർ, ആ 4 പെങ്ങന്മാർക്ക് ഒരു സഹോദരനായിരുന്നു. അവരെയും വളർത്തണമായിരുന്നു. അവരെയൊക്കെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹമാണ്. ഞങ്ങളൊക്കെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി, എല്ലാവർക്കും നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നൽകി. എഴുകോട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള വീടും എന്റെ വീടാണ്. 7 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. എഴുകോട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള വീട് ഞങ്ങളുടെ വീട് തന്നെയാണ്. കൃത്യമായി അത് പറയാം. അപ്പൊ അത്രയേറെ സൗകര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ കൃത്യമായും നമ്മൾ അനാവശ്യമായ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് പറയാൻ ആർജവം ആർക്കുണ്ടായിരുന്നു? മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ടൂറിന് പോകണം എന്ന് പറയുമ്പോൾ മോനെ കാശില്ല എന്ന് പോകേണ്ട മോനെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പോയല്ലോ, അടുത്ത പ്രാവശ്യം മക്കൾക്ക് പോകാൻ മോനെ എന്ന് പറയുന്ന എത്ര അമ്മമാരുണ്ട്? അച്ഛൻ പറയും പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പറയും നിങ്ങൾ എന്താ വഴി കാണിക്കുന്നത്? അപ്പുറത്തെ കൊച്ചുകൂടെല്ലാം പോകുന്നു. നിങ്ങൾ എന്തോരം കാര്യം ചെറുക്കനൊന്ന് ടൂറിന് പോകാൻ സംഭവിക്കത്തില്ല. ഒരു ചെറുക്കനൊന്ന് എൻജോയ് ചെയ്യട്ടെ, ആ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും അവനായിരിക്കും. ശരിയല്ലേ അമ്മമാരുടെ? അല്ലേ? ആണോ? കൃത്യമായി ചെയ്യും. അപ്പൊ മക്കളോട് വേണ്ട എന്ന് പറയാൻ, അത് കഴിയില്ല, അത് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾക്കുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. മക്കളുമാർ പലതും പഠിച്ചു, അവർ ഒരൊട്ടനവധി മേഖലകളിലേക്കൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പലതും പഠിക്കുന്നില്ല, നമ്മൾ പലതും മനസ്സിലാക്കും. അതാണ് യാത്ര. ശരിയല്ലേ? ഏതൊരു കുഞ്ഞുണ്ട് മനസ്സിലാക്കുന്നത്? ഏതൊരു കുഞ്ഞുണ്ട് ഇത്രയും കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ഉണ്ടാകാം. ഞാനൊരു അച്ഛന്മാരോട് ചോദ്യം ചോദിക്കട്ടെ. അച്ഛന്മാരോട് കൃത്യമായി, നമ്മൾ മക്കളുമാർ വഴിതെറ്റി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൺകുട്ടികൾ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കാം. അമ്മമാരെന്ന് മറുപടി പറയണ്ട. 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ കുട്ടികൾ, എന്തുകൊണ്ടാണ് കുട്ടി എന്ന് പറയുന്നത്? എന്താ? 18 വയസ്സിന് പുറകോട്ടുള്ള കുട്ടികളെ കുട്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവർ കുട്ടികളാണ്, നിയമവുമായി സമരസപ്പെടാത്തവരാണ്, നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും, പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വളരെ മോശകരമായ ഒരു സ്ഥിതിവിശേഷം പറഞ്ഞാൽ, ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലെ ഏറ്റവും പ്രധാനം, കേരളത്തിലെ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിൽ?
കേരളത്തിലെ നിയമങ്ങളെ കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ നമ്മളത് മനസ്സിലാക്കും. മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമത്തെ കുറിച്ച് അറിയാവുന്ന എത്ര പേരുണ്ട്? എത്ര പേർക്ക് അതിനുള്ള വിദ്യാഭ്യാസം? പിന്നീട് പലരും എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, MA-ക്കാരായിരിക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം, പല മേഖലയിലുള്ള. പക്ഷേ സ്വന്തം നാട്ടിലെ നിയമത്തെ കുറിച്ച് നമ്മളെല്ലാവരും അജ്ഞാനാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൃത്യമായും പല വിഷയങ്ങളെ കുറിച്ചും പഠിക്കേണ്ടിയിരിക്കുന്നു. 18 വയസ്സാണ് പ്രായപൂർത്തിയാവകാശം. കൃത്യമായും 18 വയസ്സാകുമ്പോഴാണ് നമ്മൾക്ക് പ്രായപൂർത്തിയായി എന്ന് അറിയപ്പെടുന്നത്. ആ 18 വയസ്സ് വരെയും കുട്ടികളാണ്. അവരൊക്കെയും നിയമവുമായി സമരസപ്പെടാത്ത അല്ലെങ്കിൽ നിയമവുമായി ഒത്തൊരുമിച്ച് പോകാത്ത കുട്ടികളാണ്. ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാപ്തരല്ലാതായി മാറുന്നത്? നമ്മൾ മാതാപിതാക്കൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ നാർക്കോട്ടിക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പയ്യനെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ വിളിച്ചിട്ട് ഒരു പരാതി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ സ്കൂളിലെ ഒരു പയ്യൻ അവന് അല്പം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ. ടീച്ചർ പിടിക്കുക. ടീച്ചർ ഇന്നും ഞാൻ അവരെ ഭയങ്കരമായ റെസ്പെക്ട് ചെയ്യുന്ന ടീച്ചറാ. അടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് അടി കൊടുക്കും ടീച്ചർ. അടിച്ച് തകർക്കുക. അവിടെ ടീച്ചർ ആ സ്കൂളിൽ അറിയപ്പെടുന്ന തന്നെ ഒരു ജയിലാണ്. നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള ഒരു സ്കൂളാണ്. ജയിലെന്നാണ് കുട്ടികൾ ആ സ്കൂളിൽ നേരിട്ടിരിക്കുന്നത്. കുട്ടികൾ രക്ഷകർത്താക്കൾ നേരിട്ടിട്ടില്ല. രക്ഷകർത്താക്കൾക്ക് സന്തോഷം അവിടെ കാര്യം അതിനകത്ത് കയറി ചലിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ടീച്ചർ വഴിയായിട്ട് റോഡിൽ കാണും. കൃത്യമായ ശിക്ഷണം നടക്കുന്ന ഒരു എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളാണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിലെ ഒരു കുട്ടിയെ കുറിച്ചാണ് ടീച്ചർ ഭയങ്കര ഒബ്സർവേഷനാണ് പറയുന്നത്. അപ്പോ ഈ ടീച്ചർ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു. അച്ഛനില്ല, അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. ഞാനുണ്ട്, ഞങ്ങൾ 4 പേരുണ്ട് അവിടെ ചെന്ന് അമ്മയെ വിളിച്ചെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, സാറേ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങളോട് ടീച്ചർ പറഞ്ഞു, സാറേ ഈ പയ്യന് ഇച്ചിരി പ്രശ്നമാണ്, കുഴപ്പമാണ്. ടീച്ചർ ഭയങ്കര ഒബ്സർവേഷൻ കറക്റ്റാണ്. അവൻ ഒബ്സർവേഷൻ കറക്റ്റാണ്. ഇച്ചിരി പ്രശ്നം എന്തൊക്കെയോ ഏർപ്പാടുകൾ അവനുണ്ട്. അവൻ വൈകുന്നേരം എവിടേക്ക് ജോലിക്ക് പോകുന്നതെന്ന് പറയുന്നു. നമുക്ക് അവൻ എന്തൊക്കെയോ സിസ്റ്റം ഉണ്ട് സാർ, കുഴപ്പമില്ല, അത് ഉറപ്പിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അമ്മയും ഈ ടീച്ചറും ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഈ അമ്മയെന്ന് പൊട്ടിത്തെറിച്ചാണ് ടീച്ചർ. സാറേ ഈ ടീച്ചർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞ് അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. സാറന്മാർ മനസ്സിലാക്കണം, എന്റെ കുഞ്ഞ് അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. ഈ അച്ഛനില്ലാതെ വളർന്ന കുട്ടി +2 പഠിച്ചുകൊണ്ടിരിക്കുക സാറേ. ഇവൻ ആരും അറിയാതെ സാറേ പമ്പിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. പെട്രോൾ പമ്പിൽ ജോലിക്ക് പോവുകയാണ് അവൻ. ജോലിക്ക് പോയാൽ കിട്ടുന്ന വരുമാനം കൊണ്ട് സാറേ രാത്രി 12 മണിയാകും വീട്ടിൽ വരാൻ. അവൻ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കുടിച്ച ആഹാരമൊക്കെ കഴിച്ച് എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ഒരു മോളുണ്ട്, മോൾക്ക് എന്തെങ്കിലും പലഹാരം കൂടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവനാണ്, വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവനാണ്, കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന എന്റെ മകൻ. ടീച്ചർ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് എന്റെ കുഞ്ഞിനെ കുറിച്ചെന്നാണ്. ടീച്ചറെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടത് ഞങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയായി സാർ, എങ്കിലും ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ടീച്ചർ അവിടെ സറണ്ടർ ചെയ്യും. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു, സാറേ ആ പറഞ്ഞൊന്നും ശരിയല്ല, അവൻ എന്തൊക്കെയോ ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ടീച്ചറുടെ അന്വേഷണം ഭയങ്കര ആലോചനയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പയ്യനെ പതുക്കെ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങിച്ചു, പയ്യന്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. ഈ പയ്യനെ പതുക്കെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ പറഞ്ഞ് ശരിയാ, പുത്തൂർ ഒരു പെട്രോൾ പമ്പിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഒരാഴ്ച പോയുള്ളൂ. അങ്ങനെ പമ്പിച്ചെന്ന് അന്വേഷിച്ചപ്പോൾ പമ്പുകാർ പറഞ്ഞു, സാറേ ഒരാഴ്ച ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളെ HP പമ്പാണ് പുത്തൂരത്തെ. പമ്പിന്റെ ഒരു യൂണിഫോമും അവന്റെ കയ്യിലുണ്ട്, ഷർട്ടും മേലിടുന്ന ഒരു ഷർട്ടും അവന്റെ കയ്യിലുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങള് കൃത്യമായും സാർ പറഞ്ഞതുപോലെ തന്നെ CDR എടുത്തു. അവന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തു. ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരു ദിവസം പെട്രോൾ പമ്പിൽ ഇവൻ നിൽക്കുമ്പോൾ രാത്രി ഒരു പയ്യൻ വന്ന് പെട്രോൾ അടിക്കാൻ വന്നു. പെട്രോൾ അടിച്ചു കൊടുത്തിട്ട് അവനുമായി ഇവൻ നല്ല ബന്ധമായപ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഇല്ലെന്നാ പറഞ്ഞില്ല. ശരി, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ അവൻ വണ്ടി ഓടിക്കാൻ, 2 വീലർ ഓടിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും നിങ്ങളുടെ മകനെ ഒരാളെ 2 വീലർ ഓടിക്കുമ്പോൾ അവനോട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ താല്പര്യം അയാളോട് ഇവനുണ്ടായി. മറ്റൊരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരു 10-25 വയസ്സ് വരുന്ന ചേർക്കാനാണ്. ആ താല്പര്യം ഉണ്ടായി. സ്വാഭാവികമായും അവൻ 2 വീലർ പഠിച്ചു. 2 വീലർ പഠിച്ചതിന് ശേഷം പിന്നെ അവൻ പമ്പിൽ വരാതായി. ഇവൻ എന്ത് ചെയ്തു? ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. തമിഴ്നാട്ടില് ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഡിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളൊന്നാണ് ഡിണ്ടിഗൽ.
അപ്പൊ ഞങ്ങൾ നോക്കുന്നത് മിക്ക ദിവസങ്ങളും ഒരു 4 ദിവസം കൂടുമ്പോൾ ഇവന്മാര് ദിണ്ടിയിൽ പോയി തിരിച്ചു വരുന്നു, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തിരിച്ചു വരുന്നു. പക്ഷെ ഈ പയ്യൻ എത്ര വയസ്സാണ്? പ്രായം 17. നമ്മൾ പ്രതിപാദിക്കുന്ന പയ്യന്റെ വയസ്സ് 17, മേജർ ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഒരല്പം 2 കിലോ കഞ്ചാവും വാങ്ങി 2 കുട്ടികളെയും ഞങ്ങൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വെച്ച് പിടിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈ അമ്മയും ഇവിടെ വിളിച്ചു വരുത്തി. അമ്മയോട് വിളിച്ചു വരുത്തിട്ട് അമ്മയോട് ഒക്കെ നിങ്ങൾ കാര്യം പറഞ്ഞു, നിങ്ങൾ അന്ന് ടീച്ചറോട് കയർത്ത് സംസാരിക്കാതിരുന്നെങ്കിൽ അവിടെ വെച്ച് ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിച്ചാലേ കൃത്യമായി ഈ കേസിൽ അവർ പെടത്തുമില്ല. 17 വയസ്സുള്ള കുട്ടിയെ സ്വാഭാവികമായിട്ടും നമുക്ക് കോടതിയിൽ പോലീസ് ജുവനൈലായിട്ട് പ്രകാരം ചെയ്യാൻ പറ്റും. അവനെ ആക്ട് ശരിക്കും പറഞ്ഞാൽ വാണിക കൊടുത്തു പറഞ്ഞു വിട്ടു. പക്ഷെ ഇന്നത്തെ പയ്യൻ നല്ല രീതിയിൽ അവൻ ജീവിച്ചോണ്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്തുണ്ടായി? ഈയാമ്പാറ്റ പോലെ അവന്റെ ജീവിതം കൊഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവനൊരു നാർക്കോട്ടിക് കേസിൽ പ്രതിയാക്കപ്പെട്ടു. കൃത്യമായും അന്ന് അമ്മ ആ ടീച്ചറോട് അതേ രീതിയിൽ പ്രതികരിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരുന്നെങ്കിൽ, കൃത്യമായും അന്ന് അവിടെ വെച്ച് അവനെ കൊണ്ട് ഞങ്ങൾ അത് പറയുകയും ചെയ്തേനെ. കൃത്യമായും അവനെ ഞങ്ങൾ സർവലൻ ചെയ്തേനെ. അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ കഴിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, രക്ഷകർത്താക്കൾ പല കാര്യങ്ങളിലും കയറി പ്രതികരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് പോലീസിനോട് കൊട്ടാരക്കര മോട്ടൽ ആരാമിൽ ഒരു ദിവസം രാത്രി ഒരു അടി നടക്കുന്നത് കഴിഞ്ഞ ലൂയോ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴ് 2 പയ്യന്മാര് അവിടെ അടി സെക്യൂരിറ്റിയൊക്കെ അടിച്ചിട്ട് കസേരയൊക്കെ തലയിലെടുത്ത് വെച്ചിട്ട് പോകുന്നതിന്റെ CCTV എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് പയ്യനെ പിടിച്ചോണ്ടു. വീട്ടിൽ ചെത്തുന്ന പയ്യനെ പിടിച്ചു, 3 പയ്യന്മാരെ പിടിച്ചോണ്ടു. ഇവന്റെ അമ്മ വന്ന് അതിലൊരു പയ്യന്റെ അച്ഛൻ ഗൾഫിലാണ്, 2 ആൺകുട്ടികൾ. ഈ പയ്യൻ വീട്ടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു പയ്യൻ വീട്ടെക്കിന് പഠിക്കുക. അമ്മ വന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ സകല ബഹളം ഉണ്ടായി, അതിഭയങ്കരമായ ബഹളം ഉണ്ടായി. എന്റെ മകൻ അത്തരക്കാരനല്ല. എന്റെ മകൻ ജീവിതത്തിൽ ഇത്രയും നാൾ വരെയും ഒരു രീതിയിലും നഗരി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചുള്ള സിഗരറ്റ് വലിക്കാറില്ല. അവൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ, ബിയർ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ആ അമ്മ അവിടെ അത്രയും പ്രശ്നം. പക്ഷെ ഞങ്ങൾ ചെയ്തു, ഇവന്റെ കൊണ്ട് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ഫോണിൽ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നു. ഈ അമ്മയോട് മുമ്പിൽ എത്തിയിട്ട് അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, അമ്മ ഈ സാർമാർ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞങ്ങൾ 4 പേര് പേര് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ 4 പേര് വീട്ടക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേസെടുത്തില്ല. അത് സാധനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ വീട്ടക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവി പോലീസായിട്ട് ഇല്ലാതാക്കി കളയാൻ പോലീസിന് താല്പര്യമില്ല. ഒരാളെ കേസിൽ പെടുത്താൻ പോലീസിന് താല്പര്യമില്ല. പക്ഷെ പോലീസിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ പ്രതി ആയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് 90% കേസുകളും പിള്ളേരുണ്ടാകും. 90% കേസുകളിലും കൃത്യമായും പോലീസ് അല്ല നടപടിയെടുക്കുന്നത്. ഞാൻ പ്രതിയായ മതിയാകൂ എന്ന് പറഞ്ഞു തരുന്നത്. കൃത്യമായും ആ പയ്യനെ നമ്മൾ കൗൺസിലിംഗ് വിട്ടു. ഇന്ന് അവർ നല്ല രീതിയിൽ പ്രതിപ്പെട്ടൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ പോകുന്നു. ആ അമ്മ അവനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെറുക്കലിന്റെ ഉടൻ കഴിഞ്ഞു. ആ പോലീസിന്റെ മുമ്പിലേക്ക് എത്തപ്പെടേണ്ടി വന്നു. ആ പയ്യൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവ ധാരമെടുക്കാൻ എനിക്കെന്ന് ഭാതിമയ്യായ പിതാവിനും പിന്നതിൽ പാതിമയ്യായ മാതാവിനും പിന്നെയും 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനും.